सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27 ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. യമാധിഭിർയോഗപദൈരഭ്യസൻ ശ്രദ്ധയാന്വിതഃ മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാ യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോമിതബുഗ് മുനിഃ വിവിക്തചരണഃശാന്തോ മൈത്രാ കരുണ ആത്മവാൻ. സാനുബന്ധേ ജദേസ്മിൻ അകുർവന്ന അസദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച നിവൃത്ത ബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശനഃ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേ വാർക്കമാത്മദൃക്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, സ്വപ്നമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 27 ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 6. യമാദിഭിർയോഗപദൈരഭ്യസൻ ശ്രദ്ധയാന്വിതഃ മയി ഭാവേന സത്വേന മത്കഥാശ്രവണേന ച. വിവർത്തനം. ഒരുവൻ യോഗ സമ്പ്രദായത്തിന്റെ നിയന്ത്രണ പ്രക്രിയകൾ അഭ്യസിച്ച് വിശ്വസ്തനായി എന്നെ ജപിച്ചും ശ്രവിച്ചും ഭക്തിയുത സേവനത്തിന്റെ കലർപ്പില്ലാത്ത വിധാനത്തിലേക്ക് ഉയരണം. ശ്ലോകം 7. സർവഭൂത സമത്വേന നിർവൈരേണ പ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാ.
ഭക്തിയുത സേവന നിർവഹണത്തിൽ ഒരുവൻ എല്ലാ ജീവസത്തുക്കളെയും തുല്യരായി കാണുകയും ആരോടും ശത്രുതയും മമതയും ഇല്ലാത്തവനായിരിക്കുകയും വേണം. ബ്രഹ്മചര്യം പാലിച്ചും ഗൗരവമുള്ളവനുമായിരുന്ന് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് സമർപ്പിച്ച് സ്വന്തം ശാശ്വത കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശ്ലോകം 8. യദൃശ്ചയോപലബ്ധേന സന്തുഷ്ടോ മിതപുംമുനിഃ വിഭക്ത ശരണശാന്തോ മൈത്രകരുണാത്മവാൻ. ഒരു ഭക്തൻ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് വലിയ പ്രയാസം കൂടാതെ ഉപജീവനം നടത്തണം. അവൻ ആവശ്യത്തിലധികം ഭക്ഷിക്കരുത്. അവൻ ഏകാന്തമായൊരു സ്ഥലത്ത് സദാ ചിന്താപൂർണനും സമാധാനപൂർണനും സൗഹൃദപൂർണനും സഹതാപപൂർണനും സ്വയം സാക്ഷാത്കൃതനുമായി വസിക്കണം. ശ്ലോകം 9. താനുബന്ധേ ചാദേഹേസ്മിൻ അകർവാന സദാഗ്രഹം അജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ജ്ഞാനത്തിലൂടെ ഒരുവന്റെ ദർശനശക്തി വർദ്ധിക്കുകയും അതിലൂടെ താൻ ശരീരമാണെന്ന അവന്റെ അനാവശ്യമായ തിരിച്ചറിവും ശാരീരികമായ ബന്ധങ്ങളുടെ ആകർഷണങ്ങളും അവസാനിക്കുകയും ചെയ്യും. ശ്ലോകം 10. നിർവൃത്ത ബുദ്ധ്യവസ്ഥാനു ധീരീഭൂതന്യദർശനഃ ഉപലഭ്യാത്മാനമാത്മാനം ചക്ഷുഷേവാർക്കമാത്മദൃക്. ഒരുവൻ ജീവിതത്തെ പറ്റിയുള്ള മറ്റെല്ലാ സങ്കല്പങ്ങളിൽ നിന്നും അകന്ന് ഭൗതിക ബോധത്തിന് അതീതനായി അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യണം. അപ്രകാരം ഒരു വ്യക്തിക്ക് മിഥ്യാഹങ്കാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സാക്ഷാത്കരിച്ച് ആകാശത്ത് സൂര്യനെ എന്ന പോലെ അവന്റെ സ്വത്വത്തെ ആത്മാവിനെ അവനിൽ സ്വയം ദർശിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ജീവാത്മാക്കളാണ് ആത്മീയ പ്രകൃതിയെ ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനം ഉപേക്ഷിച്ച് അസത്പതി തൻ്റെ മാർഗം യഥാർത്ഥ ധർമ്മം ഭഗവത് സേവനം ഒഴിവാക്കി അസത്തായിട്ടുള്ള മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ള ഈ ലോകത്തിലേക്ക് വരുന്നത്. ഇവിടെ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ശരീരങ്ങൾ അങ്ങനെയുള്ള ജീവാത്മാക്കൾ സ്വീകരിക്കും എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്, അസത്, മിശ്രം. ഉയർന്ന തരത്തിലുള്ള ശരീരങ്ങൾ, മധ്യ ലോകത്തിലുള്ള ശരീരങ്ങൾ, താഴ്ന്ന ലോകങ്ങളിലുള്ള ശരീരങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ എടുക്കുകയും പിന്നീട് ആ ജീവാത്മാവിന് ഭൗതിക ലോകത്ത് നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും. എത്രയും കാലം വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഒരു ജീവാത്മാവ് ജീവിക്കുന്നു, ധ്യായതോ വിഷയാനസ്യ 4-ാമത്തെ ശ്ലോകത്തിൽ പറയും. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നിടത്തോളം കാലം ആ ജീവാത്മാവിന് സംസൃതി നിവർത്തത, ഈ സംസാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാതെ വരും. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാര ചക്രത്തിൽ ജീവാത്മാവ് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയോഗേന തീവ്രേണ വിരത്യ തന്നയേദ്വശം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും, ആ മാനസിക അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ, വീണ്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തീവ്രഭക്തിയോടുകൂടി നമ്മൾ ആധ്യാത്മിക യോഗം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം ഭഗവാൻ നിർദ്ദേശിച്ചു. തീവ്രഭക്തിയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ
ഈ ഭൗതിക അസുഖത്തിനുള്ള മരുന്നായിട്ട് നിർദ്ദേശിക്കുന്നത്. ഭവൌഷധി, ഭവരോഗം, ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് ഒരു അസുഖമാണ് എന്ന് പറയും. ആ അസുഖം മാറുന്നതിനുള്ള മരുന്ന് ഭക്തിയാണ് എന്ന് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നു. ഇനി ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ ആ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ക്വാളിറ്റീസ്, എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു ഭക്തനുണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം ഭക്തിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, അതിനുള്ള യോഗ്യത എന്താണ് എന്ന് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യമാധിപർ യോഗപതിർ അഭ്യസൻ ശ്രദ്ധയാന്വിത. ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. ശ്രദ്ധയില്ലാത്തവർക്ക്, ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസമാണ്, ഈശ്വര വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം, ഭഗവാന്റെ വാക്കുകളിലുള്ള വിശ്വാസം, ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരിലുള്ള വിശ്വാസം. ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഭക്തി ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് ഭക്തി ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഭക്തിയുടെ പുറത്തു നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ആ വിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം അതിനുള്ള മാർഗമാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിച്ചത്. യമാധിപർ യോഗപതേർ അഭ്യസൻ ശ്രദ്ധയാന്വിത. യമാധിപർ, യമനിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഭഗവാനിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ, നിയമങ്ങൾ പാലിക്കാതെ ഒരു വ്യക്തിക്ക് ഭഗവാനിലുള്ള വിശ്വാസം നിലനിർത്താൻ സാധിക്കില്ല. ഇന്ദ്രിയ നിയന്ത്രണമില്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഭക്തിയിലേക്ക് വന്ന് വീണ്ടും തിരിച്ച് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം നമ്മൾ പല ആളുകളും. കാരണം അതിലുള്ള നിയമങ്ങൾ, ഭക്തിയിലെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്, യമനിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ യമനിയമങ്ങൾ പാലിച്ച് വിശ്വാസം നേടിക്കഴിഞ്ഞാൽ ശ്രദ്ധയാന്വിതാഹ, പിന്നീട് എന്ത് ചെയ്യണം? മൈ ഭാവേന സത്യേന മത്കഥാ ശ്രവണേന ച. ഭഗവാനോട് അനുകൂലമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടായിരിക്കും. ഭഗവാനോട് ദേഷ്യമുണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. ഭഗവാന്റെ സ്ഥാനത്തിനെ അംഗീകരിക്കണം. ഭഗവാൻ പരമപുരുഷനാണ്, ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം, ഭഗവാനാണ് എല്ലാവരുടെയും സുഹൃത്ത്, ഞാനല്ല എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. സാധാരണഗതിയിൽ ഭൗതിക ലോകത്ത് ഇതെല്ലാം ഞാനാണ് എന്നാണ് വ്യക്തി ചിന്തിക്കുന്നത്. ഞാനാണ് എല്ലാവരുടെയും സുഹൃത്ത്, എനിക്ക് എല്ലാവരുടെയും സുഹൃത്താകാൻ സാധിക്കും, ഞാനാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാനാണ് നിയന്ത്രിക്കുന്ന വ്യക്തി. ഭക്താനാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഇതെല്ലാം ഭഗവാനാണ്, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനും എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കാൻ സാധിക്കുന്നവനും എല്ലാ യജ്ഞതപസ്സുകളും ആസ്വദിക്കുന്നവനും ജ്ഞാത്വാമാം, അത് ഭഗവാനാണ് എന്ന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾക്ക് ഭഗവാനോട് അനുകൂലമായിട്ടുള്ള ഭാവം ഉണ്ടാവും. ആ ഭാവവും ഭക്തിയിൽ ഉയരുന്നതിന് പ്രധാനമാണ്. മൈ ഭാവേന, ഭഗവാനോട് അനുകൂലമായിട്ടുള്ള ഭാവത്തോടുകൂടി, മൈ ഭാവേന സത്യേന, എല്ലാ വാക്കും ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഭാവാർത്ഥം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും. നമ്മൾ ഭാവാർത്ഥം തീർച്ചയായിട്ടും വായിക്കണം. ഈ ഭാവാർത്ഥത്തിലെ സംക്ഷിപ്തം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മൈ ഭാവേന സത്യേന, സത്യേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപട്യമില്ലാതെ എന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. ഭക്തി ചെയ്യുന്നത് മറ്റൊരു ഉദ്ദേശത്തോടും കൂടി ആയിരിക്കരുതെന്ന് പറയും. അതാണ് സത്യേന എന്ന് പറയുന്നത്. ഭഗവാനെ സേവിക്കണം, ഭഗവാനെ തൃപ്തനാക്കണം.
ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഭക്തി ചെയ്യുക. അല്ലാതെ എനിക്കും ഈശ്വരനെ പോലെ ആകണം, എനിക്കും ഒരുപാട് സിദ്ധികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഭൗതികമായിട്ടുള്ള നേട്ടം ഉണ്ടാകണം, ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടിയല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഭഗവാനോടുള്ള ആകർഷണത്താൽ ഭക്തി ചെയ്യുക. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്, ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ട്, ഭഗവാന് സേവനം ചെയ്യാൻ താല്പര്യമുണ്ട്, ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കൊണ്ട് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ ഭഗവാൻ പറയുന്നുണ്ട്, ഭജതാം പ്രീതിപൂർവകം, സന്തോഷത്തോടു കൂടി ഭഗവാനെ ഭക്തി ചെയ്യുക. അതാണ് കാപട്യമില്ലാതെ സത്യേന എന്നിവിടെ പറയുന്നത്. മൈ ഭാവേന സത്യേന മത് കഥാശ്രവണേന ച. അങ്ങനെ ആ ഒരു ഭാവത്തിൽ, ഭഗവാനോടുള്ള അനുകൂലമായിട്ടുള്ള ഭാവത്തിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് കേൾക്കണം. മത് കഥാ ശ്രവണേന ച. ശ്രവണം, നവവിധ ഭക്തിയിൽ ഏറ്റവും ആദ്യം പറയുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ശ്രവണമാണ്. ചൈതന്യ മഹാപ്രഭു ശ്രവണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. എവിടെ നിന്ന് കേൾക്കണം? ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ കേൾക്കണം. ഭഗവത്ഗീത ഭാഗവതത്തിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഭഗവത്ഗീത ഭാഗവത ഗുരുപരമ്പരയിലൂടെ നമ്മൾ കേൾക്കണം. അതാണ് മത് കഥാ ശ്രവണേന ച എന്നിവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ശ്രദ്ധയുണ്ടായിരിക്കണം, ഭഗവാനിൽ വിശ്വാസം. ആ ശ്രദ്ധ നിലനിർത്തുന്നതിന് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും, ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭഗവാനോട് അനുകൂലമായിട്ടുള്ള ഭാവത്തോടുകൂടി, മറ്റൊരു ഉദ്ദേശവുമില്ലാതെ സത്യേന മത് കഥാ ശ്രവണേന ച ഭഗവാനെ കുറിച്ച് കേൾക്കണം. അതിന് വലിയ എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദോഷങ്ങളും കളയാൻ ഭഗവാനെ കുറിച്ച് ഭാഗവതത്തിലൂടെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പിന്നീട് സർവഭൂത സമത്വേന, 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവഭൂത സമത്വേന നിർവൈരേണ പ്രസംഗത ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ. സർവഭൂത സമത്വേന, എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയോടുകൂടി. എങ്ങനെയാണ് സമഭാവന ഉണ്ടാകുന്നത്? എല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ്. എല്ലാവരും ഭഗവാന്റെ അംശമാണ്, ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. അത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് ആരോടും ശത്രുത വെക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? എല്ലാവരും ഭഗവാന്റെ അംശമാണ്, ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തുമാണ്. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്ന അവസരത്തിൽ നമ്മൾക്ക് ആരോടും, ഒരു ഭക്തന്, ഭഗവാന്റെ ഭക്തന് ആരോടും ശത്രുത പുലർത്താൻ സാധിക്കുകയില്ല, അല്ലെ? ഒരു വ്യക്തിയോട് ശത്രുത പുലർത്തി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സുഹൃത്തിനോട് ശത്രുത പുലർത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും ഭഗവാന്റെ ഭക്തനായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. അതാണ് പറഞ്ഞത് നിർവൈരേണ, ആരോടും ശത്രുതയില്ലാതെ. സർവഭൂത സമത്വേന നിർവൈരേണ, ആരോടും ശത്രുതയില്ലാതെ. അപ്രസംഗത, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരോടും സൗഹൃദ ഭാവത്തോടുകൂടി, അല്ലെങ്കിൽ എല്ലാവരോടും സമത്വത്തോടു കൂടി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് ഇടപഴകണം, എല്ലാവരുമായിട്ടും കണക്ഷൻ വെക്കണം. അങ്ങനെ പറയുന്നില്ല, എല്ലാവരുമായിട്ട് ബന്ധം വെക്കേണ്ട ആവശ്യമില്ല. അപ്രസംഗത എന്നാണ് പറയുന്നത്. നമ്മള് ഭക്തന്മാരുമായിട്ട് മാത്രമാണ് കൂട്ടുകൂടേണ്ടതെന്ന് പറയും. അഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഭക്തി കൂടി നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്രസംഗത, ആരോടും അധികം ഇടപഴകാതെ. അപ്രസംഗത. ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ. ബ്രഹ്മചര്യേണ, യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഭക്തിയോഗത്തിൽ ബ്രഹ്മചാരികൾ അല്ലാത്തവർക്കും പങ്കെടുക്കാം, മറ്റു യോഗങ്ങളിൽ ബ്രഹ്മചര്യം നിർബന്ധമാണ്. ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, അതിലൊക്കെ ബ്രഹ്മചര്യം നിർബന്ധമാണ്. ഭക്തിയോഗത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്കും പങ്കെടുക്കാം.
ഗൃഹസ്ഥാശ്രമത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തിയോഗത്തിലുള്ളവർക്ക് ഭക്തിയോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടും യമ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മചര്യത്തിന് തുല്യമാണ് ഭക്തിയോഗത്തിന്. ബ്രഹ്മചര്യേണ മൗനേന എന്ന് പറയും. മൗനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൗനം എന്ന് കേൾക്കുന്ന സമയത്ത് ഒന്നും സംസാരിക്കാതിരിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതും മൗനമാണ്. 24 മണിക്കൂർ നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അയാൾ മൗനിയാണ്. കാരണം അദ്ദേഹം ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഭഗവാനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മൗനത്തിന്റെ ഉദ്ദേശം. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെയാണ് നമ്മൾ ഭൗതികമായിട്ട് സംസാരിക്കാതിരിക്കുന്നത്. അല്ലെ, നമുക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ കുറിച്ച് സംസാരിച്ച് നമ്മൾക്ക് മൗനിയാകാൻ സാധിക്കും. ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ. സ്വധർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഭഗവാനെ സേവിച്ചുകൊണ്ട് സ്വധർമ്മേണ ബലീയസ. ഏത് ഭാവത്തിൽ സേവിക്കണം? ഒരു ബലി അല്ലെങ്കിൽ സമർപ്പണം എന്നുള്ള രീതിയിൽ ഭഗവാനെ സേവിക്കണം. അല്ലെ, ഞാൻ ഈ സേവനം ചെയ്തിട്ടുണ്ട്, എനിക്കിത് ലഭിക്കണം എന്നുള്ള ഭാവത്തിലല്ല നമ്മൾ ഭഗവാനെ സേവിക്കേണ്ടത്. സമർപ്പണമായിട്ട്, ബലീയസ, സമർപ്പണമായിട്ട് എന്താണോ നമ്മൾ ആ ഭഗവാന് സേവനം ചെയ്തിട്ടുള്ളത് അതിൽ നിന്നൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യണം. അങ്ങനെയാണ് ശുദ്ധ ഭക്തിയിൽ ചെയ്യുന്നത്, യഥാർത്ഥ ഭക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഭക്തന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദർ പറയുന്നുണ്ട്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതബുക് മുനി വിവിക്ത ശരണ ശാന്തോ മൈത്ര കരുണ ആത്മവാൻ. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ പ്രയത്നം ചെയ്യാതെ യാദൃച്ഛികമായിട്ട് എന്താണോ ലഭിക്കുന്നത്, ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട്. യദൃച്ഛാലാഭ സന്തുഷ്ടോ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ. യാദൃച്ഛികമായിട്ട് നമ്മുടെ കർമ്മഫലമായിട്ട് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് എന്ത് ലഭിക്കുന്നു അതിൽ സന്തുഷ്ടനായിരിക്കും. ഭൗതികമായിട്ട് നേട്ടത്തിന് വേണ്ടി അധികം പ്രയാസപ്പെടാതിരിക്കുക. ഉപദേശാമൃതത്തിനും പറയുന്നുണ്ട്, അത്യാഹാര പ്രയാസച്ച. നമ്മൾ ഭൗതിക നേട്ടത്തിന് വേണ്ടി അതിയായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യത്തിലധികം നേടുകയാണെങ്കിൽ നമ്മുടെ ഭക്തി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതബുക് മുനി. മിതബുക്ക് ആയിരിക്കണം എന്ന് പറയുന്നു. നാക്കിന്റെ തൃപ്തിക്ക് വേണ്ടി മറ്റു ജീവികളെ കൊന്നു തിന്നുന്ന ആളുകൾക്കും മിതബുക്കായിട്ടിരിക്കാൻ സാധിക്കില്ല. ശരീരത്തിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സാത്വികാഹാരം അത് ഭഗവാനെ നിവേദിച്ച് ഭഗവാന്റെ പ്രസാദം കഴിക്കുന്ന വ്യക്തിയാണ് മിതബുക്ക്. ശരീരം നിലനിർത്താൻ ആവശ്യത്തിന് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റുള്ള ജീവികളെ ഉപദ്രവിച്ചുകൊണ്ടാവരുത്. നമ്മുടെ നാക്കിന്റെ തൃപ്തിക്ക് വേണ്ടി മറ്റു ജീവികളെ കൊന്നൊടുക്കുന്ന വ്യക്തികൾ മിതബുക്ക് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം മിതബുക്ക്, ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുന്ന ആളുകളും മിതബുക്കുകളാണ്. അവർക്ക് വയറ് നേർച്ച് കഴിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമായിരിക്കണം. അങ്ങനെ നമ്മൾക്ക് മിതബുക്കായിട്ട് മാറാൻ സാധിക്കും. സന്തുഷ്ടോ മിതബുക്ക് മുനി എന്ന് പറയും. മുനി എന്ന് പറഞ്ഞാൽ ചിന്താശീലൻ, ചിന്തിക്കുന്ന വ്യക്തിയാണ്. ആരെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനന്യാ ചിന്തയന്തോമ. മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഇവിടെ മുനി എന്ന് പറയുന്നത്. മുനി വിവിക്ത ശരണ ശാന്തവും. ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ല, ഒറ്റയ്ക്ക് താമസിക്കണമെന്നല്ല, ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. വിവിക്ത ശരണ ശാന്തൻ
അതായത് അധികം ക്രോധമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രക്ഷുബ്ധനായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്തി ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശാന്തനായിക്കൊണ്ട് മൈത്ര കരുണ ആത്മവാൻ, എല്ലാവരോടും മൈത്രി ഭാവത്തിൽ, കരുണ, മറ്റുള്ള ജീവജാലങ്ങളോട് കാരുണ്യവാനായിക്കൊണ്ട്. എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവർക്കും പകർന്നു കൊടുത്തുകൊണ്ടാണ് കാരുണ്യവാനാകുന്നത്. അതാണ് യഥാർത്ഥ കാരുണ്യം, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങളുടെയും കഷ്ടപ്പാടുകളിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കൂ. കാരുണ്യവാനായിട്ടുള്ള വ്യക്തി ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും പകർന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് നമ്മൾക്കും കാരുണ്യവാനാകാൻ സാധിക്കും. മൈത്ര കരുണ ആത്മവാൻ. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞ ഈ ക്വാളിറ്റീസ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ആത്മവാനാകാൻ സാധിക്കുമെന്ന് പറയുന്നു. ആത്മവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ സാക്ഷാത്കരിച്ച വ്യക്തി. ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. ആത്മാവുണ്ട്, ഞാൻ ആത്മാവാണ്, മരിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും എന്ന്, അത് സത്യമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും എന്നിവിടെ ഭഗവാൻ പറയുന്നു. സാനുബന്ധേജ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സാനുബന്ധേജ ദേഹേസ്മിൻ അകുർവൻ അസദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ. അങ്ങനെ നമ്മുടെ മിഥ്യാഹങ്കാരത്തിൽ അസദാഗ്രഹം, നമ്മളിപ്പോ നശിച്ചു പോകുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. അത് അസത്താണ്, അസദാഗ്രഹം. നമ്മൾ ഒരിക്കലും നശിക്കാത്ത ജീവാത്മാവാണെന്ന് നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ, ഭക്തിയോഗത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ജ്ഞാനേന ദൃഷ്ടതത്വേന, ഈ പ്രോസസ്സിലൂടെ, ഭക്തിയോഗത്തിലൂടെ നമ്മൾക്ക് ജ്ഞാനമുണ്ടാവുകയും ഭഗവാനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചുമുള്ള ജ്ഞാനം ഉണ്ടാവുകയും ദൃഷ്ടതത്വേന ജീവാത്മാവിനെയും പരമാത്മാവിനെയും തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. പ്രകൃതേ പുരുഷസ്യ, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പ്രകൃതിയുടെ ഭാഗമല്ല, ഞാൻ ആത്മീയ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും എന്ന് പറയും. ആ അവസരത്തിൽ നമ്മൾക്ക് ജീവാത്മാവിനെയും പരമാത്മാവിനെയും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദൃഷ്ടതത്വേന നിവൃത്ത ബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശന ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേ അർക്കം ആത്മദൃക്ക്. ഈ ജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടി, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടി ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത്, അല്ല? ഭഗവാനെ കുറിച്ച് കേട്ട് യമനിയമങ്ങൾ പാലിച്ച് ഭഗവാൻ പറയുന്ന മറ്റ് ക്വാളിറ്റീസ്, മറ്റ് സ്വഭാവങ്ങളും ആർജിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, പുരുഷന്മാർ ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ പുരുഷനെ കാണാൻ സാധിക്കുമെന്ന് പറയും. ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് പറയും. അപ്പൊ ഭഗവാന്റെ ഭക്തിയോഗത്തിലൂടെ തന്നെ, ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക്, ഭഗവാനോട് സ്നേഹപൂർവം, ഭഗവാനോട് പ്രേമപൂർവം ഭഗവാന് സേവനം ചെയ്യുന്നവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാനെയും കാണാൻ സാധിക്കും, നമ്മുടെ ആത്മീയ സ്വരൂപവും നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന ഛന്ദ സദൈവ ഹൃദയേഷു വിലോകയന്തി എന്ന് പറയും. ഭഗവാനെ പ്രേമപൂർവം സേവിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾക്ക് ഈ ശരീരബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് പറയും. ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേ ആർക്കം ആത്മദൃക്കം. ആ അവസ്ഥയിൽ നമ്മൾക്ക് ആത്മാവിനെ ലഭിച്ചവരായിട്ട് മാറും. നമ്മുടെ ആത്മാവിനെ ലഭിക്കുമെന്ന് പറയും. അതുവരെ ഞാൻ ഈ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് എന്ന് വിചാരിച്ച് ജീവിച്ചു പോന്നു. പക്ഷെ ഈ ഭക്തിയോഗത്തിലൂടെ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും, ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കും, ആത്മാവിനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ജീവാത്മാവിനെയും
ജീവാത്മാവിന്റെ സ്വരൂപത്തിനെയും ഭഗവാനെയും നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഭഗവാന്റെ സേവകരാണ്, ഭഗവാനെ സേവിക്കേണ്ടവരാണ് എന്നുള്ള ആ ആത്മബോധം നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഉപലഭ്യ ആത്മനാത്മാൻ, നമ്മൾക്ക് നമ്മുടെ ആത്മാവിനെ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അതുവരെ നഷ്ടാത്മാനം, നമ്മൾ ആത്മാവിനെ നഷ്ടപ്പെട്ട ആളുകളാണ്, ആത്മാവിനെ മറന്ന് ജീവിക്കുന്നവരാണ്. തിരിച്ച് നമ്മൾക്ക് നമ്മുടെ ആത്മീയ അവസ്ഥയിൽ, സ്വരൂപ അവസ്ഥയിൽ തിരിച്ചെത്താൻ നമ്മൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തിരിച്ചെത്താൻ സാധിക്കുന്നത്? തീവ്രേണ ഭക്തിയോഗം, ഭഗവാനിൽ ഭക്തിയോഗം ചെയ്തുകൊണ്ട്, ഭഗവാന് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ സ്വരൂപാവസ്ഥയിൽ തിരിച്ചെത്താൻ സാധിക്കുന്നത്. അതിനുള്ള ക്വാളിറ്റീസ് ആണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ആ ഭക്തിയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജപിച്ചോളൂ മാതൃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത